നിയമിക്കാത്തതിൽ പ്രതിഷേധിച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. സാധാരണക്കാരായ ആളുകൾ ദിവസവും വിവിധ ആവശ്യങ്ങൾക്കായി കയറിയിറങ്ങുന്ന വില്ലേജ് ഓഫീസിൽ ആഴ്ചകൾ കഴിഞ്ഞിട്ടും ഓഫീസറെ നിയമിക്കാത്തത് ഈ പ്രദേശത്തോടും ജനങ്ങളോടുമുള്ള വെല്ലുവിളിയാണെന്ന് പ്രതിഷേധക്കാർ. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. നാളുകളായി വില്ലേജ് ഓഫീസറെ നിയമിക്കാതെ പൊതുജനങ്ങളെ കഷ്ടപ്പെടുത്തുന്ന അവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് പിറവം വില്ലേജ് ഓഫീസിനു മുൻപിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സമരം നടത്തിയത്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അരുൺ കല്ലറയ്ക്കൽ സമരത്തിൽ അധ്യക്ഷത വഹിച്ചു. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വില്ലേജ് ഓഫീസ് ഇവിടെ ഇങ്ങനെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മാത്രമേ ഇവിടെ നിന്നുള്ള ജനങ്ങൾക്ക് ലഭിക്കേണ്ട യാതൊരു സേവനവും ലഭിക്കാത്ത ഒരു അവസ്ഥയാണ്. ഇവിടെ ഇരിക്കുന്ന പല ഉദ്യോഗസ്ഥർ പോലും നമ്മളിവിടെ നടത്തുന്ന സമരത്തിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ഏലിയാസ് ഇനാകുളം സ്വാഗതം പറഞ്ഞു. DCC സെക്രട്ടറി KR പ്രദീപ് കുമാർ പ്രതിഷേധ സമരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇവിടെ സ്ഥിരമായിട്ടൊരു വില്ലേജ് ഓഫീസർ ഇല്ല. കഴിഞ്ഞ ഓഗസ്റ്റ് മാസം മുതൽ ഓഗസ്റ്റ് ആദ്യം മുതൽ തന്നെ ഇവിടെ വില്ലേജ് ഓഫീസറെ ഇതിനു മുമ്പ് പലപ്പോഴും പിറവം വില്ലേജ് ഓഫീസിൽ വില്ലേജ് ഓഫീസർ സ്ഥിരമായിട്ടില്ലാത്ത ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇവിടെ വില്ലേജ് ഓഫീസിന്റെ പണി നടക്കുകയാണ്, വില്ലേജ് ഓഫീസറെ നമ്മുടെ തൊട്ടടുത്തുള്ള റവന്യൂ ടവറിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, അവിടെ സർവേ നടക്കുന്നുണ്ട്, ഇവിടെ വേറെ കാര്യം നടക്കുന്നുണ്ട്, അങ്ങനെയുള്ള പല തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആളുകളെ മടക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു ഇതിനു മുമ്പുണ്ടായിരുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ റീസർവേ നടക്കുന്നത് കൊണ്ട് വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനമായിട്ട് എന്താ ബന്ധം? റീസർവേ നടക്കുന്നത് വേറൊരു സെക്ഷനാണ്. പിറവം നഗരസഭ ഭരിക്കുന്ന CPI ചെയർപേഴ്സൺ റവന്യൂ വകുപ്പ് ഭരിക്കുന്ന തന്റെ പാർട്ടിയിലെ മന്ത്രിയോട് പറഞ്ഞു ഒരു വില്ലേജ് ഓഫീസറെ പോലും നിയമിക്കാൻ ത്രാണിയില്ലെന്നും സാധാരണക്കാരായ ആളുകൾ ദിവസവും വിവിധ ആവശ്യങ്ങൾക്കായി കയറിയിറങ്ങുന്ന വില്ലേജ് ഓഫീസിൽ ആഴ്ചകൾ കഴിഞ്ഞിട്ടും വില്ലേജ് ഓഫീസറെ നിയമിക്കാത്തത് ഈ പ്രദേശത്തോടും ജനങ്ങളോടുമുള്ള വെല്ലുവിളിയാണെന്നും ഉദ്ഘാടകൻ പറഞ്ഞു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PC ജോസ് മുഖ്യപ്രഭാഷണം നടത്തി. ഈ വില്ലേജ് ഓഫീസിൽ എത്രയും വേഗം വില്ലേജ് ഓഫീസറെ നിയമിക്കുന്ന നടപടികൾ സ്വീകരിക്കണമെന്ന് വകുപ്പ് ഭരിക്കുന്ന CPIയോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനുള്ളത്. കാരണം CPIക്ക് ഗവൺമെന്റിനുള്ള സ്വാധീനം എത്രയെന്ന് ഈ സംസ്ഥാനത്തെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, CPIയുടെ നേതൃത്വത്തിലുള്ള റവന്യൂ വകുപ്പിന്റെ കീഴിലുള്ള വില്ലേജ് ഓഫീസില് CPI വിചാരിച്ചാൽ ഒരു വില്ലേജ് ഓഫീസറെ നിയമിക്കുവാൻ പോലും കഴിയാത്തൊരു സാഹചര്യമാണ് ഇന്ന് ഈ സംസ്ഥാനത്തുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. UDF മണ്ഡലം ചെയർമാൻ ഷാജു ഇലനിമറ്റം, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ ജെയ്സൺ പുളിക്കൽ, തമ്പി പുതുവാക്കുന്നിൽ, പ്രശാന്ത് മമ്പുറം, അഡ്വക്കേറ്റ് KN ചന്ദ്രശേഖരൻ, വർഗീസ് തച്ചിലുകണ്ടം, പ്രദീപ് കൃഷ്ണൻകുട്ടി, വിജു മൈലാടിയിൽ, വർഗീസ് നാരേക്കാട്, ടോണി ചെട്ടിയാക്കുന്നിൽ, അനീഷ് പിറവം, സാജു കുറ്റിവേലിൽ, ശിവഗിരി, റോയ് ഡി പോൾ, വർഗീസ് തൂമ്പാപ്പുറം, VV സത്യൻ, MR ബാബു, സന്തോഷ് VR, KV സാജു, വത്സല വർഗീസ്, അനിത സജി, ജാൻസി ഏലിയസ്, ബബിത ശ്രീജി, ലത വിജയകുമാർ, മോളി ബെന്നി, സിനി ജോയ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ ഐവിഷൻ പിറവം. IT രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ. IT മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള 3 മാസത്തെ CCNA നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം. നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം. ISP സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന 100% പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു. രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, നിയർ റെയിൽവേ സ്റ്റേഷൻ, പുതുക്കാട്.